റഷ്യയും യുക്രൈനും തമ്മിൽ ഒരു മാസത്തെ വെടിനിർത്തൽ നിർദ്ദേശിച്ച ഫ്രാൻസും യുകെയും കഴിഞ്ഞ ദിവസം ലണ്ടനിൽ യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിയുമായി യൂറോപ്യൻ രാഷ്ട്രതലവന്മാർ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് നീക്കം. എന്നാൽ ഇത് സംബന്ധിച്ച ഔപചാരിക കരാർ രൂപപ്പെടുത്തിയിട്ടില്ല. റഷ്യ സത്യസന്ധമായി സമാധാനം ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ഒരു മാസം കൊണ്ട് വ്യക്തമാക്കാമെന്നും സ്ഥിരം വെടിനിർത്തലിനുള്ള കരാർ ഇതിനിടെ ചർച്ച ചെയ്യാമെന്നും ഫ്രാൻസ് പറഞ്ഞു. നിർദ്ദേശം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ചർച്ച ചെയ്തേക്കും. കഴിഞ്ഞയാഴ്ച വൈറ്റ് ഹൌസിൽ നടന്ന ചർച്ചയ്ക്കിടെ യുദ്ധം അവസാനിപ്പിക്കുന്നതിന്റെ പേരിൽ ട്രംപും വൈസ് പ്രസിഡന്റ് JD വാൻസും സെലൻസ്കിയുമായി വാക്കുതർക്കമുണ്ടായത് വിവാദമായിരുന്നു. അതേസമയം കഴിഞ്ഞ ദിവസം പുലർച്ചെ 80-ലേറെ ഡ്രോണുകൾ ഉപയോഗിച്ച് റഷ്യ ആക്രമണം നടത്തിയെന്ന് യുക്രൈൻ അറിയിച്ചു. 8 പേർക്ക് ഈ ആക്രമണത്തിൽ പരിക്കേറ്റു. യുക്രൈനിലെ പുതിയ സമാധാന പദ്ധതി ചർച്ച ചെയ്യുന്നതിനായി ലണ്ടനിൽ നടന്ന യൂറോപ്യൻ യൂണിയൻ നേതാക്കളുടെ ഉച്ചകോടിയിൽ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയോ മെലോണിയും യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിയും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സൈനിക സഹകരണം ശക്തിപ്പെടുത്തുന്നതിനും റഷ്യക്കെതിരായ യുദ്ധത്തിൽ യുക്രൈനിനുള്ള പിന്തുണ വീണ്ടും ഉറപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള ഉച്ചകോടിയിൽ യുക്രൈനിനെ വിഭജിക്കാനുള്ള സാധ്യത പടിഞ്ഞാറൻ രാജ്യങ്ങൾ ഒഴിവാക്കണമെന്ന് മെലോനി ആവശ്യപ്പെട്ടു. നമ്മൾ സ്വയം ഭിന്നിച്ചാൽ അത് എല്ലാവരെയും ദുർബലരാക്കുമെന്നും ഇറ്റലിക്ക് മറ്റു രാജ്യങ്ങൾക്കിടയിൽ സമാധാനത്തിന്റെ പാലങ്ങൾ പണിയാൻ കഴിയുമെന്നും അവർ അഭിപ്രായപ്പെട്ടു. യുദ്ധം നീതിയുക്തവും ശാശ്വതവുമായ സമാധാനത്തോടെ അവസാനിപ്പിക്കുന്നതിനുള്ള ഒരു സംയുക്ത പ്രവർത്തന പദ്ധതി വികസിപ്പിക്കുന്നതിന് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനിയുമായി നടത്തിയ കൂടിക്കാഴ്ച സഹായിക്കുമെന്ന് സെലൻസ്കി പ്രതീക്ഷ പ്രകടിപ്പിച്ചിരുന്നു. സെലൻസ്കിക്ക് പിന്തുണയുമായി യൂറോപ്യൻ രാജ്യങ്ങളും കാനഡയും രംഗത്തെത്തി. US സന്ദർശനത്തിന് പിന്നാലെ ലണ്ടനിലെത്തിയ സെലൻസ്കി കഴിഞ്ഞ ദിവസം യൂറോപ്യൻ നേതാക്കളുമായുള്ള ഉച്ചകോടിയിലും പങ്കെടുത്തിരുന്നു. യുക്രൈനുള്ള സഹായം തുടരുന്നതും സുരക്ഷാ കാര്യങ്ങളും ഉച്ചകോടിയിൽ പ്രധാന ചർച്ചാ വിഷയമായി. യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കാൻ ഫ്രാൻസുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാമർ അറിയിച്ചിട്ടുണ്ട്. യുദ്ധം അവസാനിപ്പിക്കാൻ തങ്ങൾ പദ്ധതി ആവിഷ്കരിക്കുമെന്നും US-ന് കൈമാറുമെന്നും സ്റ്റാമർ വ്യക്തമാക്കി. യുക്രൈനിന്റെ പ്രതിരോധ മേഖലയ്ക്കായി $280 കോടി വായ്പ കരാറിൽ സെലൻസ്കിയും സ്റ്റാമറും ഒപ്പിടുകയും ചെയ്തു. ബ്രിട്ടീഷ് രാജാവ് ചാൾസ് മൂന്നാമനുമായും സെലൻസ്കി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതേസമയം യുക്രൈനും സെലൻസ്കിയും പിന്തുണയറിയിച്ച US-ന്റെ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞ ദിവസം പ്രതിഷേധമരങ്ങേറി. വൈറ്റ് ഹൌസിൽ നടന്ന ചർച്ചയ്ക്കിടെ യുദ്ധം അവസാനിപ്പിക്കുന്നതിന്റെ പേരിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വൈസ് പ്രസിഡന്റ് JD വാൻസും സെലൻസ്കിയുമായി വാക്കുതർക്കമുണ്ടായത് വലിയ വിവാദമായിരുന്നു. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് വൈറ്റ് ഹൌസിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി സെലൻസ്കി കൂടിക്കാഴ്ച നടത്തിയത്. അതൃപ്തിയോടെയാണ് ഇരു നേതാക്കളും ചർച്ച നടത്തിയത്. ഇതിനിടെ പരസ്യമായ വാക്പോരിലേക്കും കടന്നു. ട്രംപിന് പിന്നാലെ ചർച്ചയിലുണ്ടായിരുന്ന വൈസ് പ്രസിഡന്റ് JD വാൻസും സെലൻസ്കിയെ വിമർശിക്കുകയാണുണ്ടായത്. എന്നാൽ മറ്റ് ലോക നേതാക്കൾ സെലൻസ്കിക്ക് ശക്തമായ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. യുക്രൈനെ സഹായിക്കാൻ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുമെന്നും അവർ വ്യക്തമാക്കി. നേരത്തെ സാൻഡ്രിംഗ്ഹാം ഹൌസിലെത്തി സെലൻസ്കി ബ്രിട്ടീഷ് രാജാവ് ചാൾസ് മൂന്നാമനെ കണ്ടിരുന്നു. ചാൾസ് രാജാവിനോട് താൻ കടപ്പെട്ടിരിക്കുന്നുവെന്ന് സെലൻസ്കി എക്സിൽ പങ്കിട്ട പോസ്റ്റിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.